ദേവികുളം നിയോജകമണ്ഡലം. മഞ്ഞു പെയ്യുന്ന മൂന്നാറും ശീതകാല പച്ചക്കറികളുടെ നാടായ കാന്തല്ലൂരും വട്ടവടയും ആകാശത്തെ തൊട്ടുനിൽക്കുന്ന മീശപ്പുലിമലയും കൊളുക്കുമലയും എല്ലാമുള്ള ദേവികുളം. മഞ്ഞുമൂടിയ തേയിലക്കാടുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ മുൻപ് ഗതാഗത ക്ലേശമായിരുന്നു മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ശാപമായിരുന്നത്. ഇടുങ്ങിയ റോഡുകൾ, കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര, ഒരിക്കൽ വന്നവർ വീണ്ടും ഒരിക്കൽ കൂടി വരാൻ ആഗ്രഹിക്കാത്ത ദുരിതയാത്രയുടെ കാലം. എന്നാൽ ഇന്ന് ആ കാലഘട്ടം ഓർമ്മ മാത്രമായി. മികച്ച റോഡുകൾ ദേവികുളം മണ്ഡലത്തിന്റെ വികസന ചരിത്രമാണ് മാറ്റിയെഴുതിയത്. ഉടുമ്പൻചോല ദേവികുളം മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന 2ാം മൈൽ ചിത്തിരപുരം റോഡിനായി കിഫ്ബി അനുവദിച്ചത് 178 കോടി രൂപയാണ്. ഈ റോഡ് വന്നതോടെ ഉടുമ്പൻചോല മൂന്നാർ ദൂരം പകുതിയായി കുറഞ്ഞു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ പോലെ മനോഹരമാണ് ഈ പാതയും. വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തും കിഫ്ബിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. നമ്മുടെ മണ്ഡലത്തിൽ കിഫ്ബി വന്നതോടുകൂടി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി മുഖാന്തരം ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു റോഡാണ് മലയോര ഹൈവേ. കിഫ്ബിയാണ് ഫണ്ടിങ് നടത്തുന്നത്. അപ്പം അങ്ങനെ ഉടുമ്പൻചോലയിൽ ആരംഭിച്ച് 2ാം മൈലിൽ അവസാനിക്കുന്ന മീൻസ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ ആരംഭിച്ച് പഞ്ചായത്തിൽ ആരംഭിച്ച് നമ്മുടെ മണ്ഡലത്തിൽ പള്ളിവാസൽ പഞ്ചായത്തിലും അതുപോലെ ബൈസം വാലിയിലൂടെയും കടന്നു പോകുന്ന റോഡാണ്. ഏകദേശം 177 കോടി രൂപ പൈസ ചെലവ് ചെയ്താണ് ഈ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. മലയോര ഹൈവേ പൂർത്തീകരിച്ചിരിക്കുന്നത്. മലയോര ഹൈവേയുടെ 2ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എല്ലക്കല്ലിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലക്കൽ അവിടെ ഒരു പുതിയ പാലം, അതുപോലെ എല്ലക്കല്ലിൽ നിന്ന് മുല്ലക്കാനം വരെയുള്ള പാലം നമ്മുടെ മണ്ഡലത്തിൻ്റെ അതിർത്തിയാണ്. അവിടം വരെ 38 കോടി രൂപയുടെ റോഡ് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത റീച്ച് നമ്മൾ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. എല്ലക്കൽ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് കുഞ്ചിത്തനി ടൗണ്, ഓഡിറ്റ്, ചിത്തിരപുരം, ആനച്ചാൽ, തോക്കുപാറ ആ വഴി ഇരുട്ടുകാനം വരെ വരുന്ന ഭാഗം കിഫ്ബിയിലൂടെയാണ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നത്. പിന്നീട് വിവിധ മേഖലകളിൽ കിഫ്ബി വലിയ രീതിയിലുള്ള സംഭാവന ചെയ്തിട്ടുണ്ട്. ഒന്ന് ദേവികുളം നിയോജക മണ്ഡലത്തിൽ മാത്രം KCB മേഖലയിൽ മാത്രം ഏകദേശം 377 കോടി രൂപ ഇതിൻ്റെ ഭാഗമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പുതിയ 33 kV, 11 kV അതുപോലെ സബ്സ്റ്റേഷനുകൾ ഇതെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി ഏകദേശം 370ഓളം കോടി രൂപ കിഫ്ബിയുടെ ഭാഗമായിട്ട് സർക്കാർ ഇവിടെ ദേവികുളം മണ്ഡലത്തിൽ മാത്രമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരോഗ്യ മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ അടിമാലി പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. 2 താലൂക്കുകളിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ഈ ആശുപത്രിയിലെ കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ട് കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 13.37 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കെട്ടിടം തന്നെ ഇവിടെ പണിത് ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു വിസ്തൃതി വെച്ച് നോക്കുമ്പോൾ വലിയ മണ്ഡലമാണ്. 175 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഈ മണ്ഡലത്തിൽ മറ്റൊരു ആശുപത്രി താലൂക്ക് ലെവലിൽ കിട്ടുന്ന സ്പെഷ്യാലിറ്റി ലഭിക്കുന്നതിന് ആവശ്യമായിട്ട് മൂന്നാറിൽ നമ്മൾ ദേവികുളത്ത് 63 കോടി രൂപ കിഫ്ബിയുടെ ഫണ്ടിങ്ങോട് കൂടി പുതിയൊരു ആശുപത്രിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. കിഫ്ബി വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ മാറ്റമുണ്ടായെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട സ്കൂളുകളെല്ലാം ഇപ്പോൾ പള്ളിവാസൽ പഞ്ചായത്തിലുള്ള കുഞ്ചിത്തണ്ണി സ്കൂള് 5 കോടി രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 3.5 കോടി രൂപ ചിലവ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ബൈസംവാലി പഞ്ചായത്തിലുള്ള സ്കൂള് പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അടിമാലി സ്കൂള് 3.5 കോടി രൂപ. എന്നിട്ട് പല സ്കൂളുകളിലും ഇപ്പോൾ മൂന്നാറിലേക്ക് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പുതിയ കെട്ടിടത്തിന്. ഇപ്പോൾ ഇവിടെ അടിമാലി പഞ്ചായത്തിൽ തന്നെ ഇരുമ്പ് പാലത്തുള്ള ദേവിയാർ കോളനി സ്കൂളിൽ 1 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മറയൂരിലുള്ള ഒരു സ്കൂള് ആദ്യം 1 കോടി രൂപ ചിലവ് ചെയ്തുകൊണ്ട് ഒരു ബ്ലോക്ക് നമ്മൾ പണിതു. വീണ്ടും 1 കോടി രൂപ കൊടുത്തുകൊണ്ട് മറ്റൊരു ബ്ലോക്കും കൂടെ പണിയാൻ സാധിച്ചു. അങ്ങനെ കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നമ്മുടെ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള സ്കൂളുകൾ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും ചികിത്സാ സൗകര്യത്തിൽ ഏറെ പിന്നിലായിരുന്നു മൂന്നാർ. അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലുമുള്ള സർക്കാർ ആശുപത്രിയുടെ അഭാവം സഞ്ചാരികളെയും നാട്ടുകാരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കി. ഇതിന് പരിഹാരമായാണ് മൂന്നാറിൽ
മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി 64 കോടി രൂപ അനുവദിച്ചത്. 12.5 കോടി രൂപ ചെലവഴിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി. ഈ ദേവികുളം നിയോജകമണ്ഡലത്തിൽ ആരോഗ്യരംഗത്ത് അഭൂതപൂർവമായ വളർച്ചയാണ് ഈ കഴിഞ്ഞ 10 വർഷ കാലഘട്ടം ഉണ്ടായിരിക്കുന്നത്. അത് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിലാണെങ്കിലും ദേവികുളത്ത് ആശുപത്രിയുടെ കാര്യത്തിലാണെങ്കിലും അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ കാര്യത്തിലാണെങ്കിലും വിവിധ ആശുപത്രികൾക്ക് വേണ്ടി കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി ഫണ്ട് അനുവദിച്ച് വളരെ ആരോഗ്യരംഗത്ത് മുന്നേറുന്ന ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ്. അടിമാലി താലൂക്ക് ആശുപത്രിക്ക് 13.25 കോടി രൂപ മുടക്കിക്കൊണ്ട് ആശുപത്രിയുടെ വലിയൊരു ബിൽഡിംഗ് നിർമ്മിക്കുകയും അവിടെ കാത്ത് ലാബിന് 9.5 കോടി രൂപ മുടക്കി കാത്ത് ലാബ് സ്ഥാപിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ടൂറിസം മേഖലയായ മൂന്നാർ പ്രദേശത്ത് ഒരു ആശുപത്രി എന്ന സ്വപ്നം വളരെ കാലങ്ങളായി ഉണ്ടായിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് 65.25 കോടി രൂപ മുടക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് തറക്കല്ലിട്ടുകൊണ്ട് വളരെ വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. മച്ചിപ്ലാവ് കേന്ദ്രീകരിച്ച് ജില്ലയ്ക്ക് കിട്ടിയിട്ടുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റും പ്രകാരം 20 കോടി രൂപ ഇടുക്കി പാക്കേജിൽപ്പെടുത്തി അതിൻ്റെ ഭരണനിർവഹണത്തിനുള്ള അനുമതി മേടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതുകൂടി ഈ താലൂക്കിലെ ആരോഗ്യരംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്താൻ ഈ ഗവൺമെൻറ്റിന് 10 വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും വലിയ കുതിച്ചുചാട്ടം നടത്താൻ കിഫ്ബി പദ്ധതികൾക്ക് കഴിഞ്ഞു. കുഞ്ചിത്തണ്ണി ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടിയും അടിമാലി ഹൈസ്കൂളിന് 3 കോടിയും ചിലവഴിച്ചു. മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ലാബ് കെട്ടിടത്തിനായി 1 കോടി രൂപയാണ് അനുവദിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുതലും കൈത്താങ്ങുമാകാൻ കിഫ്ബിക്ക് കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. ദേവികുളം താലൂക്കിൻ്റെ തന്നെ ഒരു പൂർവ്വസ്ഥിതി, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെയൊക്കെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ 2002 ഏതാണ്ട് 100-ലധികം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ, സർക്കാർ വിദ്യാലയങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അടിമാലി സബ് ജില്ലയിൽ മാത്രം ഏതാണ്ട് 16 സ്കൂളുകളാണ് അന്ന് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നത്. ആ സ്ഥാനത്ത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകളടക്കം ഇന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ അഡ്മിഷന് വേണ്ടി എത്തിച്ചേരുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ രംഗം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒന്ന് കിഫ്ബിയിലൂടെ ആ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അക്കാദമിക് രംഗത്ത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടത്തിയ ശ്രമങ്ങൾ ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഇവിടെ കുഞ്ചിത്തണ്ണി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ മുടക്കി അതിൻ്റെ നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ദേവിയാർ കോളനിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1 കോടി രൂപ, മൂന്നാറിലെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 1 കോടി രൂപ, അത്തരത്തിൽ ബൈസൺ വാലി സ്കൂളിന് വേണ്ടി ഏതാണ്ട് 3 കോടി രൂപ. അതൊക്കെ ആ പണം ചെലവഴിച്ച്, ആ തുക ചെലവഴിച്ച് അതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റേതായ ഒരു വലിയ വികസനം ആ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ കൂടുതലായി എത്തിച്ചേരുന്നതിനൊക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഹൈറേഞ്ചിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ മേഖല ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയ കാലഘട്ടമാണ് ഈ കിഫ്ബിയിലൂടെ നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാറിന്റെ ഗതാഗത ക്ലേശത്തിന് പരിഹാരം കാണാൻ ഫ്ലൈ ഓവറിനായി 58 കോടി രൂപ അനുവദിച്ചു. പ്രളയത്തിൽ തകർന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ കെട്ടിട നിർമ്മാണത്തിനായി 20 കോടി, എല്ലക്കൽ ഇരുട്ടുകാനം മലയോര ഹൈവേ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. ദേവികുളം നിയോജകമണ്ഡലം ടൂറിസ്റ്റുകളുടെ ഇഷ്ടകേന്ദ്രമാണ്. പ്രകൃതി മനോഹരമായ പ്രദേശം, ഏത് വേനൽക്കാലത്തും കുളിരു പകരുന്ന കാലാവസ്ഥ, എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ. ഇപ്പോൾ കിഫ്ബി പദ്ധതികളിലൂടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം മുന്നേറ്റത്തിന്റെ പാതയിലാണ് ദേവികുളം നിയോജകമണ്ഡലവും. അമൃത ന്യൂസ്, ഇടുക്കി.